ഹലോ മൈ ഗൈസ്, രാവിലെ തന്നെ എണീറ്റ് വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നോക്കിയപ്പോൾ ഫുള്ള് കിളികൾ. അങ്ങനെ കിളികളെ നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർമ്മയായിരുന്നൊരു കല്യാണം ഉണ്ടെന്ന്. അങ്ങനെ നേരെ കല്യാണത്തിന് പോകാൻ വേണ്ടി അജാസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് മനസ്സിലായി വീട് എന്ന് പറയുക ഫുള്ള് കുട്ടികളാണ്. അജാസിൻ്റെ അനിയൻ്റെ ചങ്ങായിമാരാണ് കേട്ടോ ഇതൊക്കെ. മഴ ആയതുകൊണ്ട് ഇവിടെ കയറിക്കാം. ഇത് അജാസിൻ്റെ ചെറിയ അനിയന്. അങ്ങനെ എന്നോട് ചോദിച്ചു അജാസ് ഇവിടെ നിന്ന്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ് നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴാണ് വേറൊരു വധുവിനെ കണ്ടത്. ഇതാണ് അജാസിൻ്റെ വലിയ അനിയൻ. ആൾ കഞ്ഞൊക്കെ എടുത്ത് ബോഡിയൊക്കെ സെറ്റാക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെ അജാസിൻ്റെ റൂമിലേക്ക് കയറി നോക്കിയപ്പോൾ വേറൊരു മൊയന്തും കൂടി ഉണ്ട് അജാസിൻ്റെ കൂടെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ രണ്ടാളും മുട്ടയും കഴിച്ച് ഫോണിൽ നല്ല കളിയായിരുന്നു. അവിടുന്ന് കുളിച്ച് മാറ്റി നേരെ കല്യാണത്തിന് ഇറങ്ങി. ഞാനും വെള്ളയാണ്, അജാസ് വെള്ളയായിരുന്നു. അങ്ങനെ നേരെ കല്യാണ സ്ഥലത്തെത്തി. അവിടെ പോയപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി കാറ്ററിംഗുകാരും വെള്ളമാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവർ കൂടി അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് മേലെ പോയി കുറച്ച് നേരം ഇരുന്നു. അവിടുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് കല്യാണ ചെക്കനെ കുറച്ച് നേരം നോക്കി. ആ മോന്ത കണ്ട് ചടിച്ചപ്പോൾ നേരെ പുറത്തിറങ്ങി അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ കല്യാണ ചെക്കനെ കൊണ്ടുപോകാൻ പന്തിലുകൊണ്ട് കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കണേ. അത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാവരും കൂടി നേരെ തിരൂർക്ക് വിട്ടു. തിരൂർക്ക് പോകണം എന്താണെന്ന് വെച്ചാൽ സാദിക്ക് പുതിയ ഫോൺ എടുത്തിട്ട് ആപ്പിൾ ID ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് കേടന്ന ഫോൺ കൊടുത്ത് അത് ആയിക്കിനെ അവർ പറ്റിച്ച്. അത് നന്നാക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പോയി സാദിക്ക് നല്ല ടെൻഷനിലായിരുന്നു. ഈവൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ വേറൊരു മൊയ്ത് നല്ല റൊമാൻറ്റിക്കിലായിരുന്നു. അവൻ്റെ റൊമാൻറ്റിക് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മൾ അറക്കലബുണ്ട് മേലെ നിന്ന് കൈ കൊണ്ടതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി.